ഇന്ന് പകലിൽ തുടർന്നുള്ള സമയങ്ങൾ ദൈവവചന ചിന്തകളിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ചില നിമിഷങ്ങൾ ഞങ്ങളെ ശ്രദ്ധിപ്പാൻ വിനയപുരസ്സരം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നാം ആയിരിക്കുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. എവിടെയും അരക്ഷിതാവസ്ഥ നിലനിന്ന ഒരു കാലഘട്ടം. ഭയത്തിന്റെയും ആശങ്കകളുടെയും നിരാശകളുടെയും ഒരു കാലഘട്ടമായി ഒരുപക്ഷെ ഈ കാലഘട്ടത്തെ നമുക്ക് വിളിക്കാം. എന്നാൽ മുമ്പ് ഒരു സന്ദേശത്തിൽ ഞാൻ ഇവിടെ തന്നെ ഓർപ്പിച്ചതുപോലെ, ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലതും മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, വിശുദ്ധ വേദപുസ്തകം. ആ വിശുദ്ധ വേദപുസ്തകത്തിൽ മുൻകൂട്ടി പ്രവചിച്ച സംഭവങ്ങളുടെ പൂർത്തീകരണമാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തോടുള്ള സന്ദേശം നൽകുവാൻ കഴിയുന്ന ഏക ആധികാരിക ഗ്രന്ഥം അത് വിശുദ്ധ ബൈബിളാണ്. ആകയാൽ നിങ്ങളുടെ ശ്രദ്ധയെ വിശുദ്ധ ബൈബിളിലേക്ക് തിരിച്ചുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് അതിനകത്തു നിന്ന് ചില ആത്മീയ ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ പകലെ തുടർന്നുള്ള വചന ചിന്തകൾക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 35-36 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 35-36 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുകെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. അനുഗ്രഹീതമായി വചന ഭാഗത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഭയവികുലമായ ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുകയാണ്. ഈ കാലഘട്ടത്തോടുള്ള വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഭയപ്പെടരുത്, ധൈര്യപ്പെടുക എന്ന ഒരു സന്ദേശമാണ്. ഒരുപക്ഷെ നമ്മുടെ കണക്കുകൂട്ടുകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിനോ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ ടെക്നോളജികൾക്കോ മെഡിക്കൽ സയൻസിനോ ഉത്തരം നൽകാൻ കഴിയാത്ത ഒട്ടനവധി പ്രതികൂലങ്ങളിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ഈ സിറ്റുവേഷൻ, ഈ പരിസ്ഥിതി തീർച്ചയായും സാധാരണക്കാരായ ഒട്ടനവധി പേരുടെ ഉള്ളിൽ ഭയം കൊണ്ടുവട്ടിരിക്കുകയാണ്. എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ അനേകര് ഭയപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ഇത് പകൽ വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശം, നിങ്ങൾ ഭയപ്പെടരുത്, ധൈര്യപ്പെടുക. ഈ പകലും ഞങ്ങളുടെ കേൾവിക്കാരായ, ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഉള്ളങ്ങളിലേക്ക് ഞങ്ങൾക്ക് കൈമാറുവാനുള്ള ആത്മീയ സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഭയപ്പെട്ടു പോകരുത്, ഇവിടെ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, ഇവിടെ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഉഴന്നു പോകരുത്, ധൈര്യപ്പെടുക. ഈ പ്രതികൂലത്തിനകത്തും ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ട്. നാം വായിച്ച വചനഭാഗത്തിന്റെ പശ്ചാത്തലം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. എങ്കിലും ഒന്ന് ചുരുക്കി പറഞ്ഞ് ഇന്നത്തെ ചിന്തകളിലേക്ക് ഞാൻ കയറുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത്, കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊണ്ട, ദീർഘവർഷങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പോരാടി അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒന്നിൽ യെരുശലേമിൽ നിന്ന് റോമിലേക്കൊരു യാത്രയാണ്. ആ യാത്ര കപ്പൽ മാർഗമാണ് എന്ന് വചനം പറയുന്നു. എന്നാൽ ഈ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവര് യാത്ര ആരംഭിച്ച് ചില സമയം കഴിഞ്ഞപ്പോൾ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ചെറുപടകിന് നേരെ ഏകദേശം 276 അധികം പേർ യാത്ര ചെയ്യുന്ന ആ കപ്പലിന് നേരെ ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. കൊടുങ്കാറ്റിൽ കപ്പൽ പാറിപ്പോവാനിടയായി തീർന്നു. അതിനകത്ത് നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവരെ പോലും പറത്തിക്കൊണ്ടു പോകുന്ന
ഒരു കാറ്റായിരുന്നു എന്ന് ആ വേദപുസ്തക ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആ പ്രതിസന്ധി പെട്ടെന്ന് തീരുമെന്ന് അവർ കരുതി. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ആ കാറ്റ് ശക്തിയായി വന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, രക്ഷപ്പെടുമെന്നുള്ള ആശ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനിയും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനിയും ഒരു വിടുതലിന് വകയില്ല, ഇനിയും ഈ പ്രതിസന്ധി മാറുകയില്ല. രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ജനത്തെ ആ കപ്പലിൽ നാം കാണുകയാണ്. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നു, 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കൂട്ടം ജനം അവിടെ നിലവിളിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് കടലിൽ യാത്ര ചെയ്യാൻ കഴിയത്തില്ല, കാറ്റിനാൽ ഉഴന്നു പോകാം, അവർക്ക് ഒരിടത്ത് നിൽക്കാൻ കഴിയത്തില്ല, അത് പാറയിൽ ഇടിച്ചു പോകാം, മണ്ണിൽ പുതഞ്ഞു പോകാം, എന്തു ചെയ്യണമെന്ന് അറിയാതെ ഒരു കൂട്ടം ജനം അവിടെ ആയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ച ഇവിടെ കാണുകയാണ്. പെട്ടെന്ന് കഴിയുമെന്ന് കരുതിയ പല പ്രതിസന്ധികളും മുൻപോട്ട് പോകുന്നത് കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഒരു കൂട്ടം ജനം ഇന്ന് ലോകത്തിൽ ഭയത്തോടും നിരാശയോടും കൂടെ ആയിരിക്കുന്നത് പോലെ. നോക്കൂ, 276 പേര് ഒരു കപ്പലിൽ വലിയ പ്രതിസന്ധിക്കകത്തായിരിക്കുകയാണ്. എന്നാൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോയപ്പോ എല്ലാവരും നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശ്രദ്ധിക്കൂ, ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ എല്ലാവരും കാങ്കെ ധൈര്യം പ്രാപിച്ച് ഭക്ഷണം എടുത്തു കഴിക്കാൻ തുടങ്ങി. അതിനുശേഷമുള്ള ഭാഗമാണ് നാം വായിച്ചത്. അത് കണ്ടപ്പോൾ അവർ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നോക്കൂ, നാളെ കുറിച്ച് ഭാരപ്പെടാൻ കഴിയുന്ന, രക്ഷ നഷ്ടപ്പെട്ടു പോയ, ആശ ലഭിക്കപ്പെടാത്ത, ഇനിയും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു രാത്രിയിൽ എല്ലാവരും നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം ധൈര്യത്തോടെ ആ രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആർക്കെങ്കിലും ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ, ആർക്കെങ്കിലും ഭയം കൂടാതിരിക്കാൻ കഴിയുമെങ്കിൽ, അത് അകത്ത് ക്രിസ്തു ഉള്ളവന് മാത്രമേ കഴിയൂ. ഈ പകൽത്തെ ഞങ്ങളുടെ സന്ദേശം അതാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ ജീവനായ ബലമായ ക്രിസ്തു അകത്തുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഓരോ നിരാശകളും നമ്മെ ബാധിക്കുകയില്ല. ഈ പകലിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട പടകിൽ, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട കപ്പലിൽ പൗലോസിന് ധൈര്യത്തോടെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നിങ്ങളായിരിക്കുന്ന ഈ പ്രതിസന്ധിക്കകത്ത്, നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രതികൂലത്തിനകത്തും നിങ്ങളെ ധൈര്യത്തോടെ ഇരുത്താൻ, ഭയം കൂടാതെ ഇരുത്താൻ കഴിയുന്ന ഒരു നാമമുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലിൽ ആ കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് ചുരുക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിൽ, പ്രതികൂലമുള്ള കാലഘട്ടത്തിൽ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത്? ചില ചിന്തകൾ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. ആർക്കാണ് ധൈര്യം ലഭിക്കപ്പെടുന്നത്? ആർക്കാണ് ഭയം കൂടാതെ മുൻപോട്ട് പോകാൻ കഴിയുന്നത്? ഒന്നാമത് വായിക്കാം, മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആർക്കാ ജീവിതത്തിൽ ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത്? നോക്കൂ, ഇവിടെ നടക്കുന്ന സംഭവം ഇങ്ങനെയാണ്. യേശു ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ പക്ഷവാതം പിടിച്ചു തളർന്നു പോയൊരു മനുഷ്യൻ, ഇനിയും ഒരിക്കലും എഴുന്നേൽക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട്, അവന് സ്വന്തമായി നടന്ന് യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയാത്തത് കൊണ്ട്, നാം ഇങ്ങനെയാ വായിക്കുന്നത്, അവനെ കട്ടിലിൽ ചുമന്നുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്.
ഇവനെ കണ്ട മാത്രയിൽ കർത്താവ് പറഞ്ഞ വാക്കാണ് നാം വായിച്ചത്. മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപം മോചിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ നമുക്ക് ധൈര്യം നൽകുന്ന അതിപ്രധാനമായ കാര്യം നമ്മുടെ പാപം യേശു മോചിച്ചെന്നുള്ളൊരു ഉറപ്പാണ്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ധൈര്യം നൽകാൻ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരു ആത്മവിശ്വാസം നൽകാൻ, നമുക്കൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം പകരാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. നമുക്ക് ധൈര്യം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നിന്റെ പാപം മോചിച്ചെന്നുള്ളതാ. അത് നൽകുന്ന ഒരു ഉറപ്പുണ്ടല്ലോ ദൈവമക്കളെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകരുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അത് വിലമതിക്കാൻ പറ്റാത്തതാ. എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും, എത്ര ശക്തമായ കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പടകിന് നേരെ ഇന്ന് പകൽ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോയവരാണ് നിങ്ങളെങ്കിലും ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് ധൈര്യം നൽകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പാപം മോചിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, നാം ഈ ഭൂമിയിൽ എത്രമാത്രം ഉയർത്തപ്പെട്ടാലും, സാമൂഹ്യപരമായോ സാമ്പത്തികമായോ രാഷ്ട്രീയപരമായോ നാം എത്ര ഉന്നത നിലവാരങ്ങളിലായിരിക്കുന്നവരാണെങ്കിലും, നമ്മുടെ അകത്ത് മനസാക്ഷി നമ്മുടെ കുറ്റം വിധിക്കുന്നെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുകയില്ല. എന്നാൽ ഇന്ന് പകലിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ പ്രതിസന്ധിയെ നേരിടാൻ, ഈ പ്രതികൂലത്തെ നേരിടാൻ നിങ്ങൾക്ക് ധൈര്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പാണ്. എങ്ങനെ ഉറപ്പ് പ്രാപിക്കാം? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഇന്നേക്ക് 2000 കൊല്ലം മുമ്പ് മാനവജാതിയുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ഒരുവൻ കാൽവരി കുരിശിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമായിരിക്കെ ഇന്ന് ഭൂമിയിൽ നാം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെയും സകല മാനുഷിക പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം പാപമായിരിക്കെ, ആ പാപം വെച്ചുകൊണ്ട് പാപത്തിന്റെ ഫലത്തെ ജീവിതത്തിൽ പേറിക്കൊണ്ട് നാം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരിക്കലും ധൈര്യത്തോടെ ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയത്തില്ല. എന്നാൽ ഇന്നു പകലില് നമ്മുടെ അടിസ്ഥാന പ്രശ്നമായിരിക്കുന്ന മാനവജാതിയുടെ സകല കഷ്ടതയ്ക്കും കാരണമായിരിക്കുന്ന പാപത്തിന്റെ പരിഹാരം, പാപത്തിന്റെ മോചനം നിങ്ങൾക്ക് ലഭിച്ചു എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഈ പകൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയും. എങ്ങനെ പാപം പരിഹരിക്കപ്പെടുന്നത്? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെങ്കിൽ ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ഒരു ധൈര്യം നൽകുന്ന, മുൻപോട്ട് കാലുകൾ വെക്കുവാനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നമ്മുടെ അകത്ത് പകരുന്ന ഏറ്റവും പ്രധാന ശക്തി എന്റെ കർത്താവ് എന്റെ പാപം മോചിച്ചെന്നുള്ളതാ. ഒരുപക്ഷെ ഈ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ സമൂഹം പ്രതീക്ഷിച്ചത് പ്രാരംഭമായൊരു രോഗസൗഖ്യം നടക്കുമെന്ന. എന്നാൽ യേശു അവന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് കർത്താവോടെ ചെയ്തത് അവന്റെ പാപത്തെ മോചിച്ചെന്നുള്ളതാ. എന്താ ദൈവമക്കൾ എന്റെ അർത്ഥം? എഴുന്നേൽക്കാൻ പോലും കഴിയാതെ മറ്റുള്ളവർ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നവന്റെ രോഗം യേശു സൗഖ്യമാക്കേണ്ടതല്ലേ? എന്നിട്ട് യേശു ആദ്യം പറഞ്ഞത്, നിന്റെ പാപം മോചിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പാപമോചനമാണോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ളത്? ഈ കാലഘട്ടത്തിലെ സന്ദേശം പാപമോചനമാണോ? ഞങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയുന്നു, ഇന്നും എന്നും ഏത് കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നമ്മുടെ പാപമോചനത്തെ കുറിച്ചുള്ള സന്ദേശമാണ്. യേശുവിന്റെ അടുക്കൽ വന്ന ഈ പക്ഷപാതക്കാരനോട് യേശു എന്തുകൊണ്ടാ
പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാര്യം ഒരു കാര്യം മാത്രം ഓർപ്പിക്കുക. ആമേൻ. അവന് കർത്താവ് കൊടുത്തൊരു ഏറ്റവും വലിയ ഉറപ്പുണ്ട്. ആമേൻ. മാനവജാതിയുടെ ചരിത്രം പഠിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, മനുഷ്യൻ ഒരിക്കലും നടക്കാത്തൊരു കാര്യം മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ വില അത് വിലയേറിയതായിരുന്നു. ഏറ്റവും വിലയേറിയത് നിനക്ക് സൗജന്യമായി നൽകാൻ ഈ കർത്താവ് തയ്യാറാണെങ്കിൽ, അതിന്റെ കൂടെ ഇന്ന് പകൽ രോഗസൗഖ്യം നൽകാൻ, അതിന്റെ കൂടെ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്ക് പരിഹാരം തരുവാൻ ഈ യേശു മതിയായവനാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ആ കരം ഉയർത്തി വിളിക്കുക. അതിനെക്കുറിച്ച് അപ്പോസ്തലൻ ഇങ്ങനെയാ പറയുന്നത്, പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവർ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? അതേ ദൈവമേ, ഏറ്റവും വിലയേറിയത് ആദ്യം നിന്നിലേക്ക് പകർന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് പകല് ചേർന്ന് വിശ്വസിക്കുക. അതോടുകൂടെ ഇന്ന് പകൽ യേശു നിന്റെ പാപം മോചിച്ചെന്ന് ഒരു ഉറപ്പകത്തു പ്രാപിക്കാൻ കഴിയുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു, എന്റെയും നിങ്ങളുടെ പാപം മോചിക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ നീ നേരിടുന്ന പ്രതിസന്ധിക്കകത്ത് ഒരു വിടുതൽ നൽകുക അവൻ എത്ര എളുപ്പമുള്ള ഒരു കാര്യമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ താഴ്മയോട് അപേക്ഷിക്കട്ടെ, എന്റെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ആ ഉറപ്പ് ഇതുവരെയും പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഒരു നിമിഷം കണ്ണടയ്ക്കാമോ? കർത്താവേ, ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തിൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ എനിക്ക് ഏറ്റവും ആവശ്യം എന്റെ കർത്താവിന്റെ പാപം മോചിച്ചെന്നൊരു ഉറപ്പ. ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ അതിന് ഒരു വിലയും കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ അതിനു വേണ്ടി ഒരിടത്തും പോകണ്ട കേട്ടോ. നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ കർത്താവിനോട് പറ, നീ എന്റെ പാപം മോചിച്ചെന്നൊരു ഉറപ്പ് ഇന്ന് പകൽ എന്റെ അന്തരാത്മാവിലേക്ക് തരണമേ. അപ്പോൾ ഈ പ്രതിസന്ധിക്കകത്ത് നമുക്ക് ധൈര്യം നൽകുന്ന ഒന്നാമത്തെ കാര്യം, അത് യേശു നമ്മുടെ പാപം മോചിച്ചെന്നൊരു ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വേഗത്തിൽ വരട്ടെ. വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 49-ാമത്തെ വാക്യം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 49-ാമത്തെ വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിക്കുവീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം വേഗത്തിൽ ഓർപ്പിക്കട്ടെ. ഇവിടെ നാം കാണുന്നത് യേശു തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരിക്കൽ എരിഹോ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. യേശുവിന്റെ ശിഷ്യന്മാരും ഒരു വലിയ കൂട്ടം പുരുഷാരും യേശുവിനെ പിന്തുടരുകയാണ്. യേശുവും വലിയൊരു പുരുഷാരവും വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയരികെ ബർത്തിമ എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു. അവൻ കുരുടനായിരുന്നു. ആ വഴിയെ പോകുന്നവരുടെ കരത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന നാണയത്തൊട്ടുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി വഴിയരികൾ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം. ഒരു കൂട്ടം ജനം ഇങ്ങനെ പോകുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, എന്താ ഈ ശബ്ദത്തിന്റെ, ഈ ആരവാരത്തിന്റെ കാരണം എന്താ? അവര് പറഞ്ഞു, നസറേനായ യേശു ഈ വഴി കടന്നു പോകുന്നു. അത് കേട്ട മാത്രയിൽ താനായിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് അവൻ അത്യുച്ചത്തിൽ നിലവിളിക്കുക, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നോക്കുക, ആ നിലവിളിയുടെ ശബ്ദം മറ്റുള്ളവർ കേട്ടപ്പോൾ അവർ പറയുന്നു, നീ മിണ്ടാതിരിക്കുക. അവനെ മിണ്ടാതിരിക്കാൻ അമർച്ച ചെയ്യുന്ന ചിലരെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. മിണ്ടാതിരിക്കാൻ അമർച്ച ചെയ്യുന്നവരുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് അവൻ വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിക്കുകയാ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ.
ഇന്ന് പകൽ ഞാൻ അവിടുത്തെ ഒരു കാര്യം പറയാം. നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം നിനക്കേ അറിയൂ. നീ കടന്നു പോകുന്ന വേദനയുടെ ആഴം ആമേ വാത്സല്യ സഹോദര നിനക്കേ അറിയൂ. വാത്സല്യ മാതാവെ നിനക്കേ അറിയാവൂ. ആമേ മിണ്ടാതിരിക്കാൻ പറയുന്നവര് കാണാം. എന്നാൽ ഇന്ന് പകലായിരിക്കുന്ന ഇടത്ത് ഹൃദയം തുറന്ന് നിലവിളിക്കാൻ കഴിയുമെങ്കിൽ ആ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഓക്കെ, അവനോട് മിണ്ടാതിരിക്കാൻ പലരും ആവശ്യപ്പെട്ടിട്ടും അവരുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന അവന്റെ നിലവിളി മധ്യത്തിൽ യേശു നിന്നു. യേശു നിന്നിട്ട് ശിഷ്യന്മാരോട് പറയുക, അവനെ വിളിച്ചു കൊണ്ടുവാ. ആ സന്ദേശം കേട്ട, യേശുവിന്റെ നിർദ്ദേശം കേട്ട ആ ശിഷ്യന്മാർ ചെന്ന് ഈ ബർത്തിമായോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. അവൻ ധൈര്യപ്പെട്, നീ ഇനി ധൈര്യപ്പെട്ടോ, യേശു നിന്നെ വിളിച്ചിരിക്കുക. ഇന്ന് പകൽ ഈ പ്രതിസന്ധിക്കകത്ത് എന്നെയും നിങ്ങളെയും ധൈര്യപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം, നിന്റെ നിലവിളി കേട്ട ഒരുത്തനുണ്ട്. യേശു നിന്റെ നിലവിളി കേട്ടു. യേശു നിന്റെ പ്രാർത്ഥന കേട്ടു. യേശു ഇന്ന് പകൽ നീ ഉയർത്തിയ ആ കരച്ചിൽ കേട്ടു എന്നൊരു ഉറപ്പ് അകത്തുണ്ടെങ്കിൽ എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ആ ശിഷ്യഗണം ബർത്തിമായോട് പറയാ, അല്ലയോ ബർത്തിമായി, ഇനി നീ ഭയപ്പെടേണ്ട, യേശു നിന്നെ വിളിക്കുന്നു. അതെന്താ അതിന്റെ അർത്ഥം? ആമേൻ. ഇനി നിന്നെ വിളിക്കണ്ട, ഇനി നീ കരയണ്ട. നിന്റെ വിഷയം യേശു ഏറ്റെടുത്തിരിക്കുക. ഇന്ന് പകലിൽ ആരോടൊക്കെയോ ശക്തമായി ഈ വചനാത്മാവിൽ ഞാൻ സംസാരിക്കുക. ഹല്ലേലൂയ. നീ നിലവിളിച്ചത് പ്രതിസന്ധികൾക്കകത്ത് പ്രതികൂലങ്ങളെ ആമേ തരണം ചെയ്തുകൊണ്ട് ആമേ വിശ്വസിച്ചുകൊണ്ട് നീ കർത്താവിനോട് നിലവിളിച്ച നിലവിളിയുണ്ടല്ലോ, കർത്താവ് പറയുക, ഞാനത് ഏറ്റെടുത്തിരിക്കുക, ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പോവുക. ഇന്ന് പകൽ എന്നോട് ചേർന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കഴിഞ്ഞ നാളുകളിൽ നിലവിട്ട് കരഞ്ഞ ചിലരില്ലേ? കഴിഞ്ഞ നാളുകളിൽ പ്രതിസന്ധിക്കകത്ത് ഒരു സഹായം ലഭിക്കപ്പെടാതെ അവൻ നിലവിളിച്ച ചിലരില്ലേ? ഇന്ന് അവരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മതി, ഇനി കരയണ്ട, ധൈര്യം ഏറ്റെടുത്തുകൊള്ളുക, ഭയം ഏറ്റെടുത്തുകൊള്ളുക. ഈ പകൽ യേശു നിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വസിക്കാൻ ഈ പകൽ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കുന്നു, ഈ പ്രതിസന്ധിക്കകത്ത് എനിക്ക് ധൈര്യം പകരുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്, എന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആരെല്ലാം അതിനെ തടയാൻ ശ്രമിച്ചാലും, ആരെല്ലാം അതിനെ ഒതുക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം ആ മറുപടിയെ ഇന്ന് പകൽ നീ പ്രാപിക്കാതിരിക്കാൻ എഴുന്നേറ്റാൽ, ഈ പകൽ ആ ശക്തികളെ വഴിഞ്ഞു മാറ്റിക്കൊണ്ട് നീ ആയിരിക്കുന്ന ഭവനത്തിലേക്ക് ആ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരികയാ. ധൈര്യപ്പെട്, ഭയം വിട്ടുകള. ഈ പകൽ യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെടാതിരിക്കുക, നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കപ്പെടാതിരിക്കുക, ആഞ്ഞടിച്ച ചില പ്രതിസന്ധിയുടെ മധ്യത്തില്, ആഞ്ഞടിച്ച ചില പ്രതികൂലങ്ങളുടെ മധ്യത്തില് ഇന്ന് പകൽ കർത്താവ് പറയുന്നു, അതിനെ ഒക്കെ വകഞ്ഞു മാറ്റി ഒരു ദൈവ സാന്നിധ്യം ഈ പകൽ നിന്നിലേക്ക് ഇറങ്ങുകയാ. രണ്ടാമത്തെ കാര്യം, യേശു നിന്നെ വിളിക്കുന്നു. 2000 കൊല്ലം മുമ്പ് ബർത്തിമായോട് മാത്രമായി പറഞ്ഞൊരു ശബ്ദമല്ല കേട്ടോ. ഈ പകൽ ഈ തൂലിക ടിവിയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് ഞങ്ങൾ പറയുന്നു, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ഇനി നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഒന്ന് ചാടി എഴുന്നേറ്റ് ചെല്ലാൻ തയ്യാറാണെങ്കിൽ നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് ഇപ്പോൾ റൈറ്റ് നൗ കർത്താവിന്റെ കരസ്പർശനം നീ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ ധൈര്യപ്പെടണം? മൂന്നാമത്തെ കാര്യം വായിക്കാം. ആമേൻ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഈ ഭാഗത്തെ ചരിത്രം നമുക്കറിയാം. യേശുവിനോടൊപ്പം സന്തത സഹചാരികളായി നടന്ന,
ഏത് കാര്യത്തിലും യേശുവിനോടൊപ്പം നിന്ന, എപ്പോഴും യേശുവിന്റെ ചുറ്റും നിന്നിരുന്ന ശിഷ്യന്മാർ ഒരു രാത്രി യേശുവിനെ കൂടാതെ പടകിൽ യാത്ര ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ആ രാത്രിയിൽ അവർ യാത്ര ചെയ്യുന്ന പടകിന് നേരെ ചുഴലിക്കാറ്റ് ശക്തമായി ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. കടൽ പ്രക്ഷുബ്ധമായി, ഓളങ്ങൾ, തിരമാലകൾ ആ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ആ പടക് ആ ഗലീല കടലിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ശിഷ്യന്മാർ നിലവിളിക്കുന്ന ഒരു രാത്രി. ഇനിയും ഒരു പ്രഭാതം അവർക്ക് കാണാൻ കഴിയുമെന്നുള്ള ചിന്ത അവർ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഏകദേശം 12ഓളം പേർ ഗലീല കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിച്ചാകുമെന്ന ഭയം അവരെ ഭരിച്ച ഒരു രാത്രിയിൽ, ആർക്കും അവർ അടുത്തു വന്നവരെ വിടിവിക്കാൻ കഴിയാത്ത രാത്രി, ലോകത്തിലുള്ള ഒന്നിനും അവരെ സഹായിക്കാൻ കഴിയാത്ത രാത്രി, നാം ഇങ്ങനെ വായിക്കുന്നു, അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പടകിനടുത്തേക്ക് ആ കാറ്റിന്റെയും പ്രതികൂലത്തിന്റെയും ഓളങ്ങളുടെ മധ്യത്തിൽ യേശു കർത്താവ് പ്രാർത്ഥനാ മലയിൽ നിന്ന് കടലിന്റെ മീതെ നടന്ന്, വെള്ളത്തിന്റെ മീതെ നടന്ന് അവർ അടുക്കലേക്ക് വരികയാണ്. അവിടുന്ന് ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. ആർക്കും വരാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നസ്രയനായ യേശുവിന് മാത്രം. ഇന്ന് പകൽ അവിടുന്ന് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിന്റെ പ്രതിസന്ധിക്കകത്തേക്ക് ആർക്കും വരാൻ കഴിയത്തില്ലെന്നും ആരാലും വിടുവിക്കപ്പെടാൻ കഴിയത്തില്ലെന്നുമുള്ള ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ചിന്ത വിട്ടുകളക, ആ ഭയം വിട്ടുകളക. നീ ആയിരിക്കുന്നത് എത്ര ചുഴലിക്കാറ്റിന്റെ നടുവിലാണെങ്കിലും അവിടേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽ അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും അവന്റെ അത്ഭുത പ്രവൃത്തി ഈ പകൽ നമ്മുടെയും ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ശ്രദ്ധിക്കൂ, അന്ന് തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ട് പടങ്ങു പൊങ്ങുമെന്നുള്ള ഭയത്തിൽ, ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ, ഒരു പ്രഭാതം ഇനി കാണാൻ കഴിയത്തില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഭയപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിന്റെ മീതെ നടന്ന് യേശു വരുന്നത് കണ്ടപ്പോൾ വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ശിഷ്യന്മാരുടെ ഭയം വർദ്ധിച്ചു. അവർ ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ ഒന്നും കൂടെ നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളിയുടെ മധ്യത്തിൽ അവർ കേട്ടൊരു ശബ്ദമുണ്ട്, അവരുടെ കാതുകളിൽ എത്തിയൊരു ശബ്ദമുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാകുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. നോക്കേ, ഒരു വ്യക്തിക്ക് സഹായിക്കാൻ കഴിയത്തില്ലെന്ന് കരുതിയപ്പോ, ആർക്കും വിടുവിക്കാൻ കഴിയത്തില്ലെന്ന് കരുതിയപ്പോ, ആർക്കും കൂടിയിരിക്കാൻ കഴിയത്തില്ലെന്ന് കരുതിയപ്പോ അവരുടെ കാതുകൾ ഒരു ശബ്ദം, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. എന്തുകൊണ്ടാ എനിക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത്? ഏത് പ്രതിസന്ധിക്കകത്തും എന്നോട് ചേർന്നിരിക്കാൻ കഴിയുന്ന, തന്റെ സാന്നിധ്യം എന്റെ മേൽ പകരാൻ കഴിയുന്ന, തന്റെ സാന്നിധ്യം എന്നിലേക്ക് നൽകാൻ കഴിയുന്ന സർവവ്യാപിയായ ഒരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. അവന് സാഹചര്യം വിഷയമല്ല, അവന് പ്രശ്നം വിഷയമല്ല, സമയം അവന് വിഷയമല്ല. ആരവന്റെ സാന്നിധ്യം കൊതിക്കുന്നുണ്ടോ, ആരവന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ, ഈ പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവരുടെ അരികിലേക്ക് ഏതു സമയത്തും ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരുടെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് ഇന്ന് പകൽ അക്ഷരികമായി ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. പഴയ നിയമ സംഭവം നമുക്കറിയാം. ആർക്കും അടുക്കാൻ കഴിയാത്ത ഒരു തീച്ചുളയുടെ മധ്യത്തിലേക്ക് തന്റെ ഭക്തന്മാർക്ക് ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിഞ്ഞ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഇന്ന് പകലിലും ആ കർത്താവ് ജീവനുള്ളവനാണ്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ, നിന്റെ സന്നിധി അടുത്തു വരുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, ഈ പ്രതിസന്ധിക്കകത്ത് എനിക്ക് ധൈര്യം നൽകുന്ന, എനിക്കും നിങ്ങൾക്കും ധൈര്യം പകരുന്ന മൂന്നാമത്തെ കാര്യം, ഏതു പ്രതിസന്ധിക്കകത്തും കൂടിയിരിക്കുന്ന യേശുവുണ്ട്. ഞാൻ നാലാമത്തെ കാര്യം വേഗത്തിലോ പറഞ്ഞ് വാക്കിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരട്ടെ.
ആമേൻ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് വായിച്ച വചനഭാഗത്തേക്ക് വരികയാണ്. നാലാമത്തെ കാര്യം എന്താണ്? വായിക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആമേൻ. അവിടെ നാം കാണുന്നത് 12 കൊല്ലമായി രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീയാണ്. ആമേൻ. 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ സഹോദരിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 12 വർഷക്കാലമായി രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ, പല വൈദ്യന്മാരാലും ഏറിയ ഒന്ന് സഹിച്ചിട്ടും തനിക്കുള്ളതൊക്കെയും വിറ്റിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരുന്ന ഒരു സഹോദരി. ശ്രദ്ധിക്കൂ, ഇന്നത്തെ ലോകത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ആ സഹോദരി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏറിയ കാലമായി എല്ലാ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഒട്ടും ഭേദം വരാത്ത ഒരു പ്രതിസന്ധിക്കകത്ത ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഈ സഹോദരിയെ പോലെ ശരീരത്തിലും മനസ്സിലും എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. എന്നാൽ ആ സഹോദരിയെ കർത്താവ് പറഞ്ഞൊരു വാക്കാണ് നാം കേട്ടത്. അങ്ങനെ കർത്താവ് പറയാനൊരു കാര്യമുണ്ട്. എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴും ഒട്ടും ഭേദം വരത്തില്ലെന്ന് വൈദ്യന്മാർ വിധി എഴുതിയപ്പോഴും അതിനുവേണ്ടി അവിടെ സകല സമ്പാദ്യവും ചെലവഴിച്ചപ്പോഴും അവൾക്കൊരു പ്രതീക്ഷ, യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ എന്ത് ചെയ്തു? ആ പുരുഷാരത്തിനിടയിൽ കൂടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടെന്ന, അറ്റത്ത് തൊട്ടെന്ന, അത് തൊട്ട മാത്രയിൽ യേശുവിൽ നിന്ന് ഒരു സൗഖ്യം അവളിലേക്ക് വ്യാപരിച്ചു. അവളോട് യേശു കഥ പറഞ്ഞ ഒരു മറുപടിയാ വായിച്ചത്. ആമേൻ. എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമാണെങ്കിലും, എത്ര വർഷമായി നീ അനുഭവിക്കുന്ന ഭാരമാണെങ്കിലും, അതിനുവേണ്ടി നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതാണെങ്കിലും, അതിനകത്ത് വിടുവിക്കാൻ യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യമായിരുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ള ദൂതിതാണ്. ആമേ, ഇന്ന് പകലിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് അത് ഒരു പക്ഷേ ദീർഘവർഷങ്ങളായതായിരിക്കാം. എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാവേ, വാത്സല്യ പിതാവേ, വാത്സല്യ സഹോദരങ്ങളെ, ആ രോഗം ഒരു പക്ഷേ ദീർഘവർഷങ്ങളായി നിന്നെ അലട്ടുന്നതായിരിക്കാം. ഒട്ടും ഭേദം വരത്തില്ലെന്ന് പല വൈദ്യന്മാരും സർട്ടിഫിക്കറ്റ് നൽകിയതായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ പറയുന്നു, നിന്റെ അകത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ നീ ധൈര്യപ്പെട്ടോ. ആ വിഷയത്തിനകത്ത് മറുപടി നൽകുക ഈ പകലൻ യേശു മതിയായവനാണ്. അത്രയും പറഞ്ഞ് ഞാൻ വിടട്ടെ. അവസാന ഭാഗം നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു കാര്യമാണ്. തന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാന സമയങ്ങളൊന്നിൽ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാ. ആമേൻ. പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തിൽ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ധൈര്യത്തോടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന അടുത്ത ഘടകം, എന്റെ കർത്താവ് ഈ ലോകത്തെ ജയിച്ചവനാണെന്നൊരു ഉറപ്പാണ്. നമുക്കറിയാം, 33 കൊല്ലമാ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. തന്റെ ജനനം മുതൽ കാൽവരി മരണം വരെയുള്ള തന്റെ ജീവിത യാത്രക്കിടയിൽ തന്നെ പരാജയപ്പെടുത്തുവാൻ ഉലകത്തിലെ സകല ശക്തികളും ശ്രമിച്ചു. ആമേൻ. തന്നെ പരാജയപ്പെടുത്തുവാൻ സകല പൈശാചിക ശക്തികളും ഒരുപോലെ ശ്രമിച്ചു. തന്നെ വിവിധ പരീക്ഷകളിലൂടെ അവർ കൊണ്ടുപോയി. ആമേൻ. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. ആമേൻ. അന്നത്തെ റോമാ സാമ്രാജ്യം തന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. അന്നത്തെ മഹാപുരോഹിതന്മാർ തന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. അന്നത്തെ ശാസ്ത്രിമാരും പരീശന്മാരും തന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കാർക്കും അവനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അവന്റെ നേരെ വന്ന സകല പ്രതിസന്ധികളെ
സകല പരീക്ഷകളെ, ഒടുവിൽ കാൽവറിയിൽ അനുഭവിച്ച സകല വേദനകളെയും ജയിച്ചുകൊണ്ട് മൂന്നാം നാൾ അവൻ മരണത്തെ കൂടെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ നമ്മോട് വചനം പറയുന്നു, ദൈവമൈതലേ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ധൈര്യപ്പെട്. കാരണം ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ തോറ്റവനല്ലെങ്കിൽ, അവൻ പരാജയപ്പെട്ടവനല്ലെങ്കിൽ, അവന്റെ കൂടെ നിൽക്കുന്ന നീയും പരാജയപ്പെടത്തില്ല. അവൻ ഈ ലോകത്തെ ജയിച്ചവനാണെങ്കിൽ, അവൻ പ്രതിസന്ധികളെ ജയിച്ചവനാണെങ്കിൽ, അവൻ പ്രതികൂലങ്ങളെ ജയിച്ചവനാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങൾ അവനോട് ചേർന്നാ നിൽക്കുന്നെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ലോകത്തിനും കഴിയത്തില്ല. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കാലം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. എന്തുകൊണ്ടാ നിങ്ങൾ ധൈര്യപ്പെടാൻ പറയുന്നത്? ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ചിന്താ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. പൗലോസിനോടൊപ്പം 276 പേര് വരുന്ന ഒരു സംഘം യാത്ര ചെയ്യുകയാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ രാത്രിയിൽ, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ട ഒരു രാത്രിയിൽ, ഈശാന മൂലത കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ആ രാത്രിയിൽ നോക്കുക, ഒരാൾ മാത്രം വ്യത്യസ്തനായി നിൽക്കുന്നു. എല്ലാവരും നാളെ കുറിച്ച് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ, നാളെയുടെ ഒരു പ്രഭാതം കാണാൻ കഴിയുമോ എന്ന് എല്ലാവരും സംശയിച്ചു നിൽക്കുമ്പോൾ, ഒരുവൻ മാത്രം അതിൽ വ്യത്യസ്തനാകുന്നു. പൗലോസ് ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ പ്രതിസന്ധിക്കകത്ത് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അതൊരു ദൈവവൈതൽ മാത്രമായിരിക്കും. ഒരു നിമിഷം ആ പൗലോസിനോടൊന്ന് ചോദിച്ചേ. എല്ലാവർക്കും ഈ പ്രതിസന്ധിക്കകത്ത് ഭയമുണ്ട്, എല്ലാവർക്കും ഈ പ്രതിസന്ധിക്കകത്ത് പ്രതികൂലമാ. നാളെ ഒരു പ്രഭാതം കാണാൻ പറ്റത്തില്ല തീരുമാനിച്ച എല്ലാവരും ഇവിടെ നിൽക്കുന്നേ. പൗലോസേ, നിനക്ക് മാത്രം എന്താ ഈ ധൈര്യം? ഞാൻ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് പറയട്ടെ. കഴിഞ്ഞ നാളുകളെ നമ്മുടെ പിതാക്കന്മാരോടൊക്കെ ചോദിക്കണം. ജീവിതം മുഴുവൻ അവർക്ക് എതിരായിരുന്നു. അവരുടെ ജീവിതത്തിൽ മിക്കപ്പോഴും മുഴുവൻ പട്ടിണിയായിരുന്നു, പ്രതിസന്ധികളായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ ധൈര്യം ചോർന്നു പോയില്ല. പൗലോസിനോട് ചോദിച്ച എന്താ ഇത്രയും വലിയ പ്രതീക്ഷയ്ക്കകത്ത്, സൂര്യനെയും ചന്ദ്രനെയും കാണാൻ കഴിയാത്ത ഈ രാത്രിയിൽ, നാളെ ഒരു പ്രഭാതം ഉറപ്പല്ലാത്ത ഒരു രാത്രിയിൽ എങ്ങനെ നിനക്ക് ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും? പൗലോസ് കൊടുക്കുന്ന മറുപടി ഉണ്ട്, അയ്യോ, ഇത് എന്റെ ധൈര്യമല്ല, എനിക്ക് മാനുഷികമായി കിട്ടിയ ധൈര്യമല്ല. ഒരു മനുഷ്യൻ എന്ന നിലയിലായിരുന്നെങ്കിൽ ഇവരെക്കാൾ മുമ്പ് ഞാൻ തളർന്നു പോയേനെ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ വിദ്യാഭ്യാസം എനിക്ക് നൽകിയ ധൈര്യമായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവും. എന്റെ സമ്പത്ത്, എന്റെ പിതാവിന്റെ പാരമ്പര്യം, എന്റെ പിതാവിന്റെ സ്വത്ത്, ഇതൊന്നും അല്ല എനിക്ക് ധൈര്യം നൽകുന്നത്. ഞാൻ യാത്ര ചെയ്യുന്ന കപ്പലിനെ കുറിച്ചുള്ള ഉറപ്പുമല്ല. അയ്യോ, ഇതൊന്നും അല്ലെങ്കിൽ നിന്റെ ജീവിത ധൈര്യം പകർന്നത് എന്താ പൗലോസേ? പൗലോസ് പറയും, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദൂതൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പൗലോസേ, ഭയപ്പെടരുത്. ഇന്ന് പകലെന്നെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ അർപ്പിക്കട്ടെ, ഒരു പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകലില്ലായിരിക്കാം. എന്നാൽ നിങ്ങളോട് സംസാരിച്ചൊരു വചനമില്ലേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? പൗലോസ് പറയുക, ഈ ധൈര്യം എനിക്ക് മാനുഷികമായി കിട്ടിയതല്ല, ഒരു മനഃശാസ്ത്രജ്ഞനും എന്നെ ധൈര്യപ്പെടുത്തിയതല്ല, ഒരു ഡോക്ടറും എനിക്ക് പറഞ്ഞു തന്ന ടിപ്പല്ല, ഒരു പണ്ഡിതനും പറഞ്ഞു തന്ന അറിവല്ല. ഞാൻ കഴിഞ്ഞ രാത്രി ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചു. അവന്റെ ശബ്ദം എന്റെ കാതുകളിൽ കേട്ടു, പൗലോസേ, നീ ഭയപ്പെടേണ്ട,
ആ ശബ്ദമാ എന്റെ കാഴ്ചപ്പാടെ മാറ്റിയത്. ആ ശബ്ദമാ എന്റെ ഭയത്തെ മാറ്റിയത്. ആ ശബ്ദമാ എന്റെ പേടിയെ മാറ്റിയത്. എന്നോട് സംസാരിക്കുന്ന, എന്റെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്നലെ രാത്രി അവൻ എന്താ നിന്നോട് പറഞ്ഞേ? എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ യാത്ര സഫലമാകും. നീ മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവരെ ഞാൻ നിനക്ക് ദാനം നൽകിയിരിക്കുക. ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആരോടൊക്കെയോ ശക്തമായി ഈ വചനത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പറയട്ടെ, ആ യാത്ര സഫലമാകും. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നീ ചെന്നെത്തും. ഇന്ന് പകൽ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധിയെ നീ ഭയപ്പെടരുത്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? നിങ്ങളായിരിക്കുന്നിടത്ത് തലകളെ ഒന്ന് വണക്കാമോ? എന്തുകൊണ്ടാ ഈ പ്രതിസന്ധിക്കകത്ത് നാം ധൈര്യത്തോടെ നിൽക്കേണ്ടത്? ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ഒന്ന്, നമ്മുടെ പാപം മോചിച്ചൊരു കർത്താവുണ്ട്. ഞാൻ ഒരു കാര്യം അനുഭവങ്ങളിൽ നിന്ന് പറയട്ടെ. കഴിഞ്ഞ നാളുകളെ പിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ. യേശുവിന്റെ പാപം മോചിച്ചെന്ന് ഉള്ള ഉറപ്പ് എനിക്ക് നൽകുന്ന ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അതിനേക്കാൾ അപ്പുറത്ത് ഒരു ധൈര്യവും ഇല്ല. യേശു നിന്റെ നിലവിളി കേട്ടുന്ന ഉറപ്പ്, നിന്റെ വിശ്വാസത്തിന് മറുപടി ഉണ്ടെന്നൊരു ഉറപ്പ്, ഏത് പ്രതിസന്ധിക്കത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന ഉറപ്പ് ഇന്ന് പകലുണ്ടെങ്കിൽ വിളിച്ചു പറ ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ധൈര്യം പകർന്ന പൗലോസ് ആമേ ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നാം വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്: അവർ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. ഒരു ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, നീ മാത്രം ധൈര്യം അനുഭവിക്കാനല്ല, നിന്റെ കൂടെ നിൽക്കുന്ന ചിലരിലേക്ക്, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ചിലരിലേക്ക്, നിന്റെ ഭർത്താവിലേക്ക്, നിന്റെ ഭാര്യയിലേക്ക്, നിന്റെ കുഞ്ഞിലേക്ക്, നിന്റെ അയൽഭവനങ്ങളിലേക്ക് ഈ ധൈര്യത്തെ കൈമാറാൻ ഇന്ന് പകൽ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുക. നിന്നേക്കാളും ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം നിന്റെ ചുറ്റുപാടുമുണ്ട്. അവരിലേക്ക് ഈ ധൈര്യത്തെ കൈമാറാൻ അത് ഇന്ന് പകൽ ആ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക.